കേൾക്കുമ്പോൾ ചിരി വരും, നാളെ കേൾക്കുമ്പോൾ ചിരി വരും. കാരണം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കോമഡികളാണ്. ഇവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക കോമഡി ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ വൈബ് വരുമ്പോൾ അപ്പൊ നമ്മൾ അട്ടവസ്ഥിരിക്കും. ഓരോന്ന് മാല പോലെ ഈ കോമഡിയായിട്ട് പറയുമ്പോൾ നമ്മൾ ഒട്ടവസ്ഥിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ആ രീതിയിൽ നമുക്കത് പണ്ട് മുതലേ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടേ. അപ്പൊ നമുക്കത് ചിരി വരും. അപ്പൊ ചിരി വരുമ്പോൾ നമ്മള് കൺട്രോൾ ഇല്ലാണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നമ്മുടെ കയ്യിലല്ല. അപ്പൊ ആദ്യം കരച്ചില്, പിന്നെ ചിരി, പിന്നെ നമ്മള് മന്ദഹാസം ശരിക്കും അങ്ങനെ അധികമൊന്നും വരാറില്ല. പക്ഷെ നമ്മൾ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വരുമ്പോ ചിലപ്പോൾ വരികയായിരിക്കും. അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ലെവലിൽ എത്തുമ്പോൾ നമ്മൾ അത് അനുഭവിക്കും. മനസ്സിലായോ? അത് അനുകൂലമായിട്ട് വരണം. അല്ലെങ്കിൽ അനുകൂലം എന്ന് പറഞ്ഞാൽ ആ സമയവും കാലവും ഒക്കെ അനുകൂലമായി വന്നതൊക്കെ നടക്കുള്ളൂ. അപ്പൊ നമ്മളിൽ ഇതെല്ലാം അനുഭവവേദ്യമാകും എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺട്രോളാണോ വെച്ചാൽ അല്ലാന്ന് പറയാൻ പറ്റും. കാരണം ഒരു പരിധിയിലേക്ക് പറ്റുള്ളൂ. അതായത് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുമ്പോൾ നമ്മളത് വികാര വിക്ഷോഭങ്ങൾക്കും ഈ പറയുന്നതിലും അത് എത്രയൊക്കെ കൺട്രോൾ ചെയ്താലും കടിഞ്ഞാൻ വിട്ടു പോകും. ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ കൈകാര്യം ചെയ്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ വ്യക്തിത്വബോധം ഇല്ലായ്മയാണ് എന്ന് പറയുന്നത് ശരിയില്ല. കാരണം അതെന്ന് പറഞ്ഞ വ്യക്തിത്വബോധത്തിനടുത്ത് യാതൊരു ബന്ധവുമില്ല. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അന്വേഷണം നമ്മളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു വൈകാരിക തലമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. വൈകാരിക തലമല്ല, നമ്മളോട് കടന്നു പോകുന്ന ഒരു എന്താ പറയുക ഉണ്മയാണ്, അല്ലെങ്കിൽ സത്യമാണ് വ്യക്തി. ഞാനുണ്ട്, ഞാൻ ഇന്ന ആള്, ഞാൻ സെബാസ്റ്റ്യൻ, ഞാൻ ഇന്ന സത്യ, ഞാൻ ലിലിയാന, ഞാൻ മാസ്റ്റർ, എല്ലാം ഞാനാണ്. അപ്പൊ ഈ നമ്മളെല്ലാവരും വ്യത്യസ്തരാണെങ്കിലും അതിലൊക്കെ ഞാനുണ്ട്. കാരണം നമ്മളുടെ വികാരങ്ങളിൽ വരുമ്പോ ചിരിക്കുമ്പോ എല്ലാവർക്കും ഒരേ ചിരിയാ വരുന്നത്, കരയുമ്പോ എല്ലാവർക്കും ഒരേ കരച്ചില വരുന്നത്, അല്ലെങ്കിൽ പിന്നെ മന്ദഹാസടുമ്പോ ഒരേ മന്ദഹാസമാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പൊട്ടിച്ചിരിക്കുമ്പോ ഒക്കെ പൊട്ടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പൊ എല്ലാവരും ഒരു ഞാനുണ്ട്. അത് ഞാനെന്ന് പറഞ്ഞ ഞാനെന്ന വ്യക്തിയല്ല, ഞാൻ എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. എല്ലാവരും അനുഭവം വിഷയമല്ല. ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളതാണ്. എല്ലാവരും കോമണാലിറ്റി ഒരു ഞാൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന സെബാസ്റ്റ്യൻ പറയുമ്പോൾ കേൾക്കുന്നതും അത് അതിനോട് അനുഭവവേദ്യമായിട്ടുള്ള അവസ്ഥാന്തരം എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് ചിലപ്പോൾ പ്രതികരിക്കും. ചിലപ്പോൾ ഞാൻ അതിനോട് അനുകൂലമായി നിൽക്കും, ചിലപ്പോൾ പ്രതികൂലമായി നിൽക്കും. ആ പ്രതികൂലമായി നിൽക്കാതെ കാണിച്ചാൽ ചിലപ്പോൾ കണ്ടന്റ് ഉണ്ടാവാത്തതായിരിക്കും, കണ്ടന്റ് ക്ലിയാരിറ്റി വരാത്തതുകൊണ്ടായിരിക്കും പ്രതികൂലമായി നിൽക്കുന്നത്. ചിലപ്പോൾ എന്റെ ഈ പറഞ്ഞ കോസ്മിക് അവസ്ഥയായിട്ടുള്ള ജീവനുമായിട്ട് ഒത്തുപോകാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ പ്രതികരിച്ചെന്ന് വരാം. അത് നമ്മളുടെ കയ്യിലല്ല. നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ നമ്മൾ കൈകാര്യം ചെയ്യാത്ത പ്രശ്നമാണ് വ്യക്തിത്വബോധം ഇല്ലായ്മ. അതൊക്കെ നമ്മളായിട്ട് പറയുന്ന നമ്മളുടെ മാത്രം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാത്രമുള്ള ബോധത്തിൽ നിന്ന് വരുന്ന ഒരു കോസ്മിക് അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ഉണ്മ, അല്ലെങ്കിൽ സത്തയിൽ നിന്ന് വരുന്ന ഒരു വൈകാരിക വിക്ഷോഭം മാത്രമാണ്. അതിനകത്ത് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തമില്ല. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് അതാത് സമയത്ത് നമ്മളുടെ വികാരം എങ്ങനെയാണ് ചലിക്കാൻ നമ്മൾക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഞാനൊക്കെ എന്റെ ഫാദർ മരിക്കുന്ന സമയത്ത് മരിച്ച് കാണാൻ പോയിട്ട് എനിക്ക് എന്റെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ കുറെ പിടിച്ചു നിർത്തിയിട്ടാണ് ഞാൻ നിന്നിട്ടില്ല. മനസ്സിലായി? അപ്പൊ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നേട്ടാൻ പറ്റില്ല, ആരെക്കൊണ്ട് നേട്ടാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ അച്ഛനായിട്ട് അറ്റാച്ചഡായിരുന്നു. എനിക്കത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ അറ്റാച്ച്ഡ് കൂടുതൽ അറ്റാച്ച്ഡ് ആകാനെന്ന് പിന്നെപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇപ്പൊ ഞാൻ അതിനോട് തടസ്സപ്പെട്ട് വരുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അത് വ്യക്തിത്വത്തിന് പ്രശ്നമാണ്. അത് അനുകൂല പ്രതികൂലാവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാത്രം വ്യക്തിത്വത്തിനാണ് എന്ന് പറയുന്നത് അർത്ഥമില്ല. വ്യക്തിത്വം എന്ന് പറഞ്ഞാല് അതിനുശേഷം മാറിക്കൊണ്ടിരിക്കും. മാറ്റമല്ല, അതിനുശേഷം ഇങ്ങനെ എന്താ പറയാ രൂപാന്തരണം നടന്നുകൊണ്ടേയിരിക്കും. രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് അതാത് സമയത്ത് ആ ഉണ്മ അല്ലെങ്കിൽ കോസ്മിക് അവസ്ഥ എങ്ങനെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ചേക്ക് മാറുക. മനസ്സിലായോ? മാറ്റമല്ല, അതിനനുസരിച്ചിട്ട് താതാത്മ്യപ്പെട്ടു പോകും. അതാണ് ഇവിടെ നടക്കുന്നതാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിഫറെന്റ് ആണ്. നമ്മൾ പറയുന്നത് എക്സ്ട്രീം ഡിഫറെന്റ്. നമ്മൾ പറച്ചിലിനകത്ത് യാഥാർത്ഥ്യം ഒരു 50% നികത്താൻ പറ്റുന്ന എനിക്ക് അറിയില്ല. കാരണം നമ്മൾ പറയുന്നത് ഇന്ന ഭാഗത്ത് പറയും, ഇന്ന പോയിന്റ് പറയും, ഞാനിങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്ത കാര്യം നമ്മൾ പറയുമ്പോൾ ആ പൂർണ്ണ അവസ്ഥയിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ചെയ്ത ആൾക്ക് ചെയ്തതിന്റെ വില, അല്ലെങ്കിൽ ചെയ്തതിന്റെ വ്യക്തിത്വം, ചെയ്തതിന്റെ അവസ്ഥ അറിയുള്ളൂ. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു പരിധി വരെയൊക്കെ പറയും. ഞാനിപ്പോ ഒരു നേരം ഞാൻ ഇന്ന പാലം കടന്നു, ഇത്ര പോയപ്പോ ഇന്ന സ്ഥലത്ത് നാളെ കണ്ടു. അപ്പൊ ഇതിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, അപ്പൊ ഒരു കാട്ടിലൂടെ പോകണം, കാട്ടിൽ ഇന്ന മൃഗത്തിനെ കണ്ടു, ഞാൻ പേടിച്ചു ഓടി. അത് അയാളുടെ അവസ്ഥയാണ്, അയാൾ അനുഭവിച്ച അവസ്ഥയാണ്.
ആ അനുഭവിച്ച അവസ്ഥ അയാള് അനുഭവം ഒന്നും അത് പറയുന്ന അത് വിവരിക്കുന്ന ഭാഗം രണ്ടുമാണ്. അപ്പൊ ഇത് രണ്ടായിട്ട് നിൽക്കുന്നിടത്തോളം നമുക്ക് പൂർണ്ണതയിൽ അതിന്റെ അർത്ഥം ആ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൊള്ളും ഇല്ല. അനുഭവം എന്നൊക്കെ വെച്ചിപ്പോ ഒരു കാര്യം ഇപ്പൊ ഞാനിപ്പോ ഒരു കാർഡ് ആമസോൺ കാർഡ് കണ്ടിട്ടില്ല. അപ്പൊ ആമസോൺ കാർഡിൽ കണ്ട ഒരു വ്യക്തി വന്നിട്ട് പറയും ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഇന്ന ജംഗ്ഷനിൽ നിന്ന് അല്ല ഇന്ന കാട്ടിലോട്ട് പോകുമ്പോ ഇന്ന മരം ഉണ്ടായിരുന്നു, ആ മരത്തിനടുത്ത് നിന്ന് ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഞാൻ ആമസോൺ കാർഡ് കാണാത്ത ഞാനത് ആ ശരിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഭിനയം എന്താ ശരിക്കും ഉണ്ടാവുക അല്ലേ? ഞാൻ പറയുമ്പോ പക്കായിട്ട് അഭിനയല്ലേ, അത് അനുഭവസ്ഥം പറയുമ്പോ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ ആമസോൺ കാർഡ് കണ്ടിട്ടില്ല, ആമസോൺ പോയി കണ്ടിട്ടില്ല. ആ കാണാത്ത ഞാൻ ഇങ്ങനെ പരിശോധിക്കും, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനുഭവം എങ്ങനെയൊക്കെയാണ്. അനുഭവം വേറെ, ഈ പറച്ചിൽ വേറെ. അനുഭവമാണ് ആക്ച്വലി ഗുരു. അനുഭവം ആണ് യഥാർത്ഥത്തിലുള്ള ഗുരു. മനസ്സിലായോ? അത് പരിധി വരെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പറഞ്ഞില്ല ഇപ്പൊ നമ്മളിലെ തുടർച്ചയിൽ, നമ്മളിൽ കണ്ടെത്തിയ തുടർച്ചയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളായിട്ട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. ആ തുടർച്ച നമ്മളില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് വർത്തമാനം പറയുമ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ ദേഷ്യപ്പെടുക, സങ്കടം വരിക, ദുഃഖം ഉണ്ടാകുക. കാരണം നമ്മളിലെ തെളിച്ചം, അതാ ഇൻഡിവിജ്വാലിറ്റി, അവിടെയാണ് പ്രായപൂർത്തി, പക്വത. ഇത് എൻ്റെ തെളിച്ചമാണ്, ഇതിൻ്റെ പരിധി ഇത്രമേ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ട് എനിക്ക് തെളിച്ചമില്ല. അത് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അവനവനില്ല. ഈ അതിര് വിട്ടു പോകാതെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ സവിശേഷതകൾ ഉണരാൻ തുടങ്ങും. എവിടെയാണ് നമ്മളിൽ ഈ പ്രകാരമുള്ള വ്യവസ്ഥ നിലനിർത്താനുള്ള സവിശേഷത ഉള്ളത്? അത് ഉണരണമെന്നുണ്ടെങ്കിൽ അതിന് സ്ഥാനം കൊടുക്കണം. നമ്മൾക്ക് നമ്മളിൽ നിരന്തരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരയുക, ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുക, പുച്ഛിക്കുക, ആക്ഷേപിക്കുക, ഇതാണെങ്കിൽ ശരീരം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മാറ്റി നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥ തെളിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയാണ് ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് വരുന്നത്, എവിടെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇത് സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് തീരിട്ട മാഷ ഇടയിൽ കയറല്ലേ. ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറുന്നത് പക്വതയില്ലാത്തതുകൊണ്ടാണ്. അതാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരാൾ പറഞ്ഞ് നിർത്തിയിട്ട്, അയാൾ പറഞ്ഞ് നിർത്തിയിട്ട് സംസാരിക്കാൻ തുടങ്ങുക. അതിൻ്റെ ഇടയിൽ കയറി വർത്തമാനം പറയരുത്. ഇതാണ് പക്വതയില്ലാത്തതിൻ്റെ ലക്ഷണം. കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയില്ല. ഇതാദ്യം വേണം. ഇതിവിടെ ആരാണ് സംസാരിക്കുന്നത്, എന്ത് സംസാരിക്കുന്നു, അതുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ? അപ്പം നമ്മളിലെ തെളിച്ചത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ? അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്. അങ്ങനെ നിലനിന്ന് തുടരുന്ന ഭാഗം അത് ഓരോ വ്യക്തിക്കുമേ അറിയത്തുള്ളൂ. എൻ്റെ തെളിച്ചം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തെളിച്ചം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് മറ്റുള്ളവരാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ തെളിച്ചം എന്ന് പറയുന്നത് ഞാൻ പ്രായപൂർത്തിയായി, എനിക്ക് പക്വതയുണ്ട്, എന്നിലെ മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പക്വത കൈവരിച്ചു. ആ പക്വത നിലനിർത്തി കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വം എൻ്റെതാണ്. അവിടെ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അവരുടെ ഭാഗത്ത് ഉള്ള അവസ്ഥയുമായിട്ട് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നിലെ പക്വത വേണം. ശ്രദ്ധിക്കുക പ്രജിത്തെ, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് അവനവനെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഇത്രയും നേരം പറഞ്ഞത്? എന്താണ്? എന്നിലെ തെളിച്ചം, എന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്നു, തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതാണ് എൻ്റെ തെളിച്ചം. എൻ്റെ തെളിച്ചമാണ് എൻ്റെ ആവശ്യം. എൻ്റെ തെളിച്ചത്തിലെ എനിക്ക് തുടരാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊരു ചോദ്യം ചെയ്യണം. സുഹൃത്തെ, ഇടയ്ക്കൊരു ചോദ്യം ചെയ്യല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ തെളിച്ചത്തിൽ നിന്ന് സംസാരിക്കാനുള്ള അവസരം തന്നു. നിങ്ങളത് വളരെ ഭംഗിയായിട്ട് ചെലവഴിച്ചു. അതിൻ്റെ ഇടയിൽ ആരും കയറിയില്ല. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറരുതും. അത് ഈ റൂമിൻ്റെ ഡിസിപ്ലിൻ അല്ല. അതുകൊണ്ട് നിങ്ങളത് പാലിക്കണം. ഇത് റൂമിൻ്റെ ഡിസിപ്ലിനാണ്. ഒരാൾ സംസാരിച്ച് നിർത്തിയിട്ട് നിങ്ങൾക്ക് എത്ര 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും, ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നിർത്തുന്നത്.
അപ്പോഴേ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അപ്പം സംസാരിച്ചാൽ മതി. അപ്പം എപ്പോഴാണ് നിർത്തുന്നത്, ആ നിർത്തുന്ന സമയം വരെ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള സാവകാശം ഉണ്ടെങ്കിൽ മതി. അപ്പം നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ തെളിച്ചം, എൻ്റെ തെളിച്ചമാണ് എൻ്റെ ഉത്തരവാദിത്വം, എന്നിലെ തെളിച്ചം, ആ തെളിച്ചമാണ് എൻ്റെ ജീവിതം. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെത് മാത്രമാണ്. അത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രായപൂർത്തിയായി. ഈ പ്രായപൂർത്തിയായി എന്തുകൊണ്ടാണ്? മറ്റുള്ള ഒന്നുമല്ല, ഞാൻ തന്നെയാണ് എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. എനിക്ക് മാത്രമേ ഇതിനുള്ള ഉത്തരവാദിത്വമുള്ളൂ. മറ്റുള്ള എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും എൻ്റെ ക്ലാരിറ്റി, ഞാനായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ തുടരുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അവിടെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ തെളിച്ചത്തിന് കാരണം എന്താണ്? അപ്പോൾ എൻ്റെ ശരീരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം ഞാൻ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ തെളിച്ചത്തിന് കാരണം എന്നിലായതുകൊണ്ട് എന്നിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ച, ആ തുടർച്ചയിലാണ് നമ്മൾ വൈബ്രേഷൻസ്, ഫ്രീക്വൻസീസ്, ആ തുടർച്ചയാണ് ഫ്രീക്വൻസി ആയിട്ട് മാറുന്നത്. കാരണം അവിടെ കണ്ടിന്യൂറ്റി വന്നു, സസ്റ്റൈനബിലിറ്റി വന്നു, അവിടെ തെളിച്ചമുണ്ട്, പ്രവർത്തനമുണ്ട്, അതിന് കാരണമായിട്ടുള്ള സ്പേസും ഉണ്ട്. ആ ആകാശം നിരന്തരമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട്, ആ ആകാശമായിട്ടുള്ള സമ്പർക്കം നിരന്തരമായിട്ട് നിലനിർത്തുന്ന ഭാഗം ഉള്ളതുകൊണ്ട് ഈ തുടർച്ചയുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ പഴയ മെമ്മറി റീറൈറ്റ് ചെയ്യപ്പെടും. പഴയ മെമ്മറികളെല്ലാം റീറൈറ്റ് ചെയ്യപ്പെടും. നമ്മളുടെ ഉപബോധ മനസ്സും ബോധ മനസ്സുമായിട്ട് രണ്ടായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട് ഇത് രണ്ടായിട്ട് വന്നു? വിശ്വാസം എന്ന് പറയുന്നൊരു പ്രമാണം നിൽക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ വിഭിന്നമായിട്ട് രണ്ട് മാനസികാവസ്ഥ നിൽക്കുന്നത്. ഒന്ന് ഉപബോധ മനസ്സായിട്ട്, ഒന്ന് ബോധ മനസ്സായിട്ട്. എന്തുകൊണ്ടാണ്? നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ചതാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ള തെറ്റിദ്ധാരണ. ഈ വിശ്വാസത്തിൽ നിന്നാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അവനവനിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തടത്താണ് വിശ്വാസിയാകുന്നത്. അങ്ങനെ വിശ്വാസിയാകുമ്പോൾ നമ്മളിൽ എപ്പോഴും ഡ്യുവാലിറ്റി ഫോം ആകും. ബൈനറി ആക്ടിവിറ്റീസിലായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവനും. അതുകൊണ്ട് ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള സ്റ്റെബിലിറ്റി, അവയർനെസ് ഉണ്ടാകത്തില്ല. ഇംപ്രോപ്പർ അനലൈസിങ് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഒരു കാരണവശാലും കൈവരിക്കത്തില്ല. ഇതിൽ നിന്നാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയും ബൈപോളാർ ഡിസീസും ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളും ഡയബറ്റിക് കണ്ടീഷൻസ് എല്ലാം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും കൂടുതൽ ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും നമ്മൾക്ക് സജീവമായിട്ട് വൃത്തിയായിട്ട് നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ പെർഫെക്റ്റായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് നമ്മുടെ അവയർനെസ്സുമായിട്ട് കണക്റ്റഡാണ്. ആ അവയർനെസ്സുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഒരു രോഗവും വരത്തില്ല. കാരണം യോഗത്തിൻ്റെ എന്താണ് യോഗം? നമ്മുടെ തെളിച്ചത്തിൻ്റെ തുടർച്ചയാണ് യോഗം. ആ തെളിച്ചത്തിൽ തുടരുമ്പോൾ നമുക്ക് ആശ്വാസം. ഇവിടെ നമ്മൾ സഹകരിക്കുന്ന എന്തിനാണ്? മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെയുള്ള ഇതേപോലെ തന്നെ തെളിച്ചമുള്ളവരുമായിട്ട് സഹകരിക്കുമ്പോൾ ഈ സൂക്ഷ്മ തലങ്ങളാണ് അവിടെ ഉണർന്നു വരുന്നത്. സ്ഥൂലമല്ല, സൂക്ഷ്മ തലങ്ങൾ ഉണരുന്നിടത്താണ്. അവിടെയാണ് സഹകരണത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ സെബാസ്റ്റിനി പറയാൻ കേട്ടു, അത് വ്യക്തമായിട്ട് കേട്ടു. പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് തെളിച്ചം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് തെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും തെളിച്ചം എന്ന് പറഞ്ഞത് നമ്മളുടെ ബോധത്തിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് വരുന്നതാണെന്ന് നമ്മളായിട്ട് പറയുന്നത്. അത് ഉള്ളിലിരിക്കുന്ന ചൈതന്യം, ബ്രഹ്മചൈതന്യം വർക്ക് ചെയ്യാൻ മാത്രമേ കിട്ടുള്ളൂ. ആ ബ്രഹ്മചൈതന്യം വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് തെളിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ അതിനെ ചില ആൾക്കാർ പറയും ഡ്യുവാലിറ്റിയാണ്, അല്ലെങ്കിൽ ദ്വൈതമാണ്, ശരീരം വേറെ ആത്മ വേറെ, ഇത് അങ്ങനെയായിട്ട് നിൽക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ സംബന്ധിക്കുന്നത് ഇന്നും ആർക്കും അത്യന്തമായിട്ട്, കാരണം നമ്മൾ വിളിക്കുന്ന ജീവാവസ്ഥ എങ്ങനെ നിലനിൽക്കുന്നവർക്ക് ആർക്കും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കാരണം നമുക്ക് ജീവനുണ്ട്, ഞാൻ ജീവനുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ പറയാണ് അത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ രോഗം വരുന്നത്. രോഗം വരുന്നതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സ് ഭാഗം ഒരു ഉള്ളതാണ്.
മനസ്സെന്ന് പറഞ്ഞാല് ആത്മാവിന്റെ ഒരു സംശുദ്ധ സ്വരൂപമാണ് മനസ്സ്. കാരണം ആത്മാവിനെ ചലിപ്പിക്കുന്ന മനസ്സാണ്. ആത്മാവിനെ ചലിക്കുന്നതിന്റെ മനസ്സുമാണ്. ഇപ്പൊ വണ്ടിക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞ പോലെയാണ് ആത്മാവിന് മനസ്സ് വേണം, ഇല്ലെങ്കിൽ ആത്മ ചലിക്കില്ല. അപ്പൊ മാനസികമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ അത് ആത്മാവിനെ ബാധിക്കും. അപ്പൊ ആത്മാവിനെ ബാധിക്കുമ്പോൾ ആത്മാവ് ഈ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ആത്മാവ് എന്ത് ചെയ്യും, പലത്തെ ചേഷ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ അയാൾ പറയാ ആള് മാനസിക രോഗം ഉപദ്രവിച്ചിട്ട് അയാളെ കൊണ്ടിട്ട് ആശുപത്രി കൊണ്ടാക്കാം. അപ്പൊ അതല്ല അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ തെളിച്ചം എന്ന് പറഞ്ഞാൽ അതല്ല. തെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഉന്മാവസ്ഥ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനാത്മകത എങ്ങനെ നമുക്ക് അറിയില്ല, അറിയാത്ത ഭാഗമാണ്. പക്ഷെ നമ്മളവിടെ നിൽക്കുന്ന ഭാഗത്ത് ബോധാവസ്ഥ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. ബോധം ഞാനുണ്ട് എന്നുള്ള ബോധം ആ നിമിഷം ഓരോ സെക്കൻഡുകൾ ഇങ്ങനെ മാറി ഒറ്റയല്ല, ഓരോ സെക്കൻഡുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓരോ സെക്കൻഡ് കടന്നു നമ്മളുള്ളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ ഞാനുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സെക്കൻഡുകൾ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് അപ്പൊ ഓരോ സെക്കൻഡുകളിൽ ഞാൻ എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ഉണ്മ അത് ചലിക്കുമ്പോ അത് മാത്രമല്ല, അതും ഈ പറയുന്ന വൈകാരിക വിക്ഷോഭങ്ങളിൽ ചലനം, ഈ പറയുന്ന കാഴ്ച, കേൾവി, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, ഇതെല്ലാം കൂട്ടിയിണക്കപ്പെട്ട് നടക്കുന്നത്. അപ്പൊ ഇതിനെ തെളിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും 100% തെളിച്ച് കിട്ടില്ല. 100% പോട്ടെ, ഒരു 50% കിട്ടുന്നതിന് വലിയ വാങ്ങി. കാരണം ഇത് എന്നോട് കണക്ട് ചെയ്തിട്ടാണ് പോണത്. ഇപ്പൊ ഞാനിപ്പോ സെബാസ്റ്റ്യനോട് ഞാനിപ്പോ സംസാരിക്കുന്ന എല്ലാ സെബാസ്റ്റ്യനോട് ചെവിയോട് കേൾക്കുന്നത്, അത് ഗ്രഹിക്കുന്നത്. പക്ഷെ അത് 100% അപ്പൊ കേൾക്കാറില്ല. അത് കുറച്ച് കഴിഞ്ഞ് ഒരു 3-4 സെക്കൻഡ് 3-4 മിനിറ്റ് കഴിയുമ്പോ ഫുള്ളായിട്ട് കയറുള്ളൂ. കാരണം ഇതെല്ലാം ഇതുകൊണ്ട് കണക്ട് ചെയ്യണം. അതിപ്പോ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, നമ്മുടെ ഉപാപചയ പ്രവർത്തനം, വയറ്റിലുള്ള പ്രവർത്തനം, ജീവന്റെ പ്രവർത്തനം, ഇതെല്ലാം കൂട്ടിയിണക്കപ്പെട്ടുള്ള വലിയൊരു മെഷീനറിയാണിത്. ആ മെഷീനറി ഇതെല്ലാം കൂട്ടിയിണക്കപ്പെട്ട് വർക്ക് ചെയ്തിട്ട് വരുമ്പോ, അതായത് നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയകൾ വെച്ചിട്ട് വർക്ക് ചെയ്യണം, ബാക്കിയുള്ള കുടലിലെ ബാക്ടീരിയ വർക്ക് ചെയ്യണം, ഈ ചെറുകുടലിലെ ബാക്ടീരിയ വർക്ക്, ഇതെല്ലാം വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളാകുന്ന ഞാനെന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വിശന്നിരിക്കുന്നവർക്ക് ഞാനെന്ന അവസ്ഥ എങ്ങനെയെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്ത് എല്ലാം ഉള്ളിലിരിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് ചലിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അത് കൃത്യമായ അളവില് അത് ഉന്മാസം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ പറയാൻ തെളിച്ചമുണ്ട്, ഞാൻ തെളിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. നമ്മളുടെ ഇപ്പോഴത്തെ തെളിച്ചമല്ല ശരിക്കും. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ ജീവാവസ്ഥ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ തെളിച്ചം എന്ന് പറഞ്ഞാല് കുറച്ച് സമയം കഴിഞ്ഞു പോയ രക്ഷ കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് അവിടുന്ന് അപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ തെളിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള അതിന്റെ അടുത്ത് തെളിച്ചം, അങ്ങനെയാണ് വരുന്നത്. ആ ഉന്മാവസ്ഥ അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ വേറെ തെളിഞ്ഞിരിക്കാൻ പറയും. തെളിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയല്ല, കുറച്ച് മുന്നേ ഉള്ള അവസ്ഥയിൽ നിന്ന് വന്ന തെളിച്ചാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. കാരണം ജീവാവസ്ഥയെല്ലാം കൃത്യമായിട്ട് ചലിച്ചാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ജീവാവസ്ഥ ചലിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റിട്ടില്ല. പക്ഷെ ജീവനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജീവനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടെന്നുള്ള ബോധമുണ്ട്. പക്ഷെ എന്റെ യഥാർത്ഥ ഇപ്പോഴത്തെ ബോധം എന്ന് പറഞ്ഞാല് മുമ്പ് അങ്ങോട്ട് പോയ ബോധത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇപ്പോഴത്തെ ബോധം ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുന്നുള്ള ബോധത്തിന്റെ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ അടുത്ത് കുറച്ചും കൂടെ 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത് അതിന് മുന്നത്തെ ബോധത്തിന്റെ ഭാഗമായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ തെളിച്ചങ്ങൾ കാര്യത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുള്ള ജീവൻ. നമ്മൾ ജനിച്ച കാലം പോലെയേ ജീവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ യാതൊരു ഹാർട്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് പൊടിച്ച് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ബാക്ടീരിയകള് എല്ലാം വർക്ക് ചെയ്താൽ മാത്രമേ ഞാനെന്ന ബോധം ഉണ്ടാവുള്ളൂ, ഞാനെന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഓരോ ന്യൂനതകൾ വന്നിട്ട് എനിക്ക് തലവേദന, എനിക്ക് ഇത് വയ്യ, അങ്ങനെ വയ്യെന്ന് പറഞ്ഞ് നടക്കും. അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് അങ്ങനെ പറഞ്ഞു നടക്കും. പക്ഷെ യഥാർത്ഥ തെളിച്ചം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അവസ്ഥയുടെ കോസ്മിക് അവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതായത് അതിനകത്ത് സൂക്ഷ്മമായിട്ടുള്ള കോറാണ് അതിന് സംഗതി. അത് പിടുത്തുന്ന പറഞ്ഞാൽ നമുക്ക് 100% കിട്ടില്ല, 50% കിട്ടുള്ളൂ. 50% തന്നെ അപ്പൊ ഈ പറയുന്നത് ഞാനെന്ന അവസ്ഥ തന്നെ മുമ്പ് എന്നാണ് ഇപ്പത്തെ ഞാൻ വരുന്നത്. മനസ്സിലായോ? അത്രയും മാറ്റമുണ്ട് അതിനകത്ത്. സൂക്ഷ്മതയിൽ നിന്ന് കണ്ടെത്തുന്നതാണ്, നമ്മള് ഇതാക്കുന്നതല്ല. മനസ്സിലായോ? ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യാനുണ്ടോ? ഒരാൾ സംസാരിക്കുമ്പോഴേ
പറയും. കേൾക്കുന്നുണ്ട്, പറയും. അപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ നമ്മളുടെ ബുദ്ധിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ അർത്ഥത്തെ പിരിച്ചെടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന സമയത്ത് നമ്മളുടെ സംസാരിക്കുന്നത് കേൾക്കുന്ന ഒരു കേൾവി ശക്തിയുടെ ആ കേൾവി ശക്തിയെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മള് ചെവിയുടെ വൈബ്രേഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ ബലം പിടിച്ച് അവിടെ നിർത്തിയിട്ട് നമ്മൾ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ചെവിയിലും നമ്മളുടെ ചെവിയുടെ പുറകിലുള്ള ഭാഗത്തുള്ള മസിലുകളിലൊക്കെ ബലം പിടുത്തം വരും. പലപ്പോഴും നമ്മളത് ശരിക്കും പറഞ്ഞ ഈ അർത്ഥത്തെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പല സമയത്തും ഇല്ല. പക്ഷെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങോട്ട് മാറി നിൽക്കുന്നു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മളുടെ ആ ചെവിയിലുണ്ടായിട്ടുള്ള ആ വൈബ്രേഷനിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. ഇത് ചെറുപ്പം മുതലേ നമ്മളെ പലതും പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നവർക്ക് ഈ സ്ട്രെസ്സിന്റെ ഒരു അടിമത്തത്തിലാണ് പോകുന്നതെന്നാണ് എന്നെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷനിൽ എനിക്ക് തോന്നിയത്. സംസാരം സംഭവിക്കുമ്പോൾ അതിന്റെ മീനിങ്ങിലേക്ക് നമ്മൾ കണ്ടമാനം പോയി കഴിഞ്ഞാൽ നമ്മളുടെ കേൾവി എന്ന് പറയുന്ന ആ പ്രകൃതിയെ വിട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥ നമ്മളുടെ ആ ഒന്നായിരിക്കുന്ന അവസ്ഥയല്ല എന്നെ തിരിച്ചറിയുന്ന അവസ്ഥയെ വിട്ടുപോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു മിനിറ്റ് സത്യം, ഒരു മിനിറ്റ്. അതായത് നമ്മൾ ഒരു ഹെക്സഗൺ അല്ലെങ്കിൽ ഞാനൊരു ഒക്ടഗണിനെ പറ്റി പറയുകയും ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും, കാരണം ഒരു പിക്ചറൈസേഷൻ ഒക്ടഗൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെക്സഗൺ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ പറ്റി ഞാൻ പറയുമ്പോൾ അതിനിടയിൽ ആരുടെ അറിയിലൂടെ അസ്വസ്ഥതയില്ല. കാരണം എന്താ, ഞാനൊരു ഹെക്സഗണിനെ പറ്റി പറയണം, ഹെക്സഗണിനെ പറ്റി വിശദീകരിക്കുകയും ഓക്കെ ഇതിന് 7 മൂലയുണ്ട്, അതിങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ഇതിനകത്ത് ആർക്കും ഇടപെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഒരു ഇലിസ്ട്രേഷൻ കൊടുക്കുകയും മറ്റൊരാളെ സങ്കല്പിക്കാൻ പഠിപ്പിക്കുകയും അപ്പോൾ അയാൾ ആ സങ്കല്പത്തിലോട്ട് വരണം. അയാളെ വരുത്താനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല. അവിടെയാണ് ഞാൻ സഫർ ചെയ്യുന്നത്, അവിടെയാണ് എനിക്ക് സഫറിങ് വരുന്നത്. പകരം ഞാൻ ഇങ്ങനെ ഒരു ഇലിസ്ട്രേഷൻ തരുന്നില്ല, ഒന്നിൻ്റെ ഇലിസ്ട്രേഷൻ തരുന്നില്ല. ഞാനായിട്ട് നിലനിൽക്കുന്ന ഭാഗം അവിടെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ഇമാജിനേഷൻ്റെ ഭാഗം ആവശ്യമില്ല. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ സംസാരിക്കുക അത് വളരെ ഫ്രീ ആണ്. കാരണം പിക്ചറൈസേഷൻ ഇലിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് അവിടെ ഇല്ല, ലൈവാണ്. അപ്പോൾ ഈ ലൈവ്ലിനെസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും പലരും സംസാരിക്കുമ്പോൾ അവർ ഓൾറെഡി കുറച്ച് പ്രോട്ടോക്കോൾ, കുറച്ച് പിക്ചറൈസ്ഡ് ഇലിസ്ട്രേഷൻ ഇതാണ് നടത്തുന്നത്. ഇത് നടത്തുമ്പോഴാണ് സ്ട്രെസ് വരുന്നത്. എന്നെ ആരും കേട്ടില്ല, മനസ്സിലാക്കാം. കാരണം എന്നെ കേൾക്കണം. കാരണം ഞാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ എന്താ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ ഉള്ളിൽ സ്വപ്നം വന്നിട്ട് ആ സ്വപ്നത്തിൻ്റെ കൺട്രോളിൽ ഇരുന്ന് സംസാരിക്കുക. സ്വപ്നം മാറുന്നതനുസരിച്ച് ഇയാളുടെ വർത്തമാനം മാറും. ഇയാളിത് അറിയുന്നില്ല. ഇയാൾ സ്വപ്നം മാറുന്നതനുസരിച്ച് ഇയാളുടെ വർത്തമാനം മാറും. ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു, ആ വ്യക്തി സംസാരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അസാധ്യമായിട്ടുള്ള വ്യത്യാസമാണ്. നമ്മളൊരു വ്യക്തി സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യവും നമുക്ക് ആശ്വാസവും കിട്ടും. സ്വപ്നം കാണുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഡിസ്റ്റർബ്ഡ് ആകും. സ്വപ്നത്തെ കീഴ്പ്പെടുത്തിയവൻ സ്വപ്നം കണ്ടവനിരുന്ന് വർത്താനം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വപ്നത്തെ കീഴ്പ്പെടുത്തിയവനാണ്. എവിടെയാണ് വിശ്വാസിക്ക് പ്രശ്നം വരുന്നത്? കാരണം വിശ്വാസി സ്വപ്നത്തിലാണ്.
എപ്പോഴും ഏതെങ്കിലും പുസ്തകം വായിച്ച് പഠിച്ച്, പുസ്തകം എന്ന് പറയുന്നത് ചുറ്റുപാടും കാണുന്നതെല്ലാം ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായിട്ടിരുന്ന് കൈകാര്യം ചെയ്യുന്ന എല്ലാം പുസ്തകമാണ്. എല്ലാം പുസ്തകമാണ്. പുറമേ കാണുന്നത് ഇപ്പോൾ നിങ്ങളെ കേട്ടിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പുസ്തകത്തിൽ നിന്ന്, മെമ്മറിയിൽ നിന്നാണ്. ഇതെല്ലാം മെമ്മറിയാണ്. അപ്പോൾ എബ്രഹാം ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ മെമ്മറൈസ് ചെയ്തിട്ട് എബ്രഹാം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടതെന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു. നേരെ മറിച്ച് എബ്രഹാം പറഞ്ഞതുപോലെ എബ്രഹാം പറഞ്ഞു, എനിക്ക് പറയാനുള്ള പോലെ ഞാൻ പറഞ്ഞാൽ മതി. അവിടെ ഒരു കാരണവശാലും അവിടെ സ്ട്രെസ് ഇല്ല. ഇത് എബ്രഹാം പറഞ്ഞത് കേട്ടിട്ട് അത് ഞാൻ മെമ്മറൈസ് ചെയ്തു, അതിന് ഒരു രൂപം കൊടുത്തു. എന്നിട്ട് ആ രൂപത്തിൽ നിന്ന് എബ്രഹാം ഇന്നതല്ലേ പറഞ്ഞത് എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നമ്മളുടെ വ്യവസ്ഥയല്ലത്, അതാ സാഹചര്യത്തിൻ്റെ വ്യവസ്ഥയാണ്, അതാ നിമിഷത്തിലുണ്ടായതാണ്. അതിന് സ്ഥാനം കൊടുക്കരുത്. അത് ദഹിപ്പിച്ച് കളയുകയും നമ്മൾ തെളിഞ്ഞു വരികയും ചെയ്യണം. അവിടെയാണ് നമ്മുടെ ജീവിതം. ഓരോ വ്യക്തിയും തെളിഞ്ഞു വരണം. ആ വ്യക്തി തെളിഞ്ഞു വരുന്നിടത്ത് തടസ്സം നിൽക്കുന്നത് എന്താണ്? നമ്മുടെ സ്വപ്നമാണ്, ചിന്തയാണ്. ഈ ചിന്തയ്ക്ക് സ്ഥാനം കൊടുക്കാൻ കാര്യം എന്താണ്? നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, എത്താൻ പറ്റുന്നില്ല. അവിഹിത ബന്ധം, അറ്റാച്ച്മെന്റ്, നമ്മൾ പലതിലോടും അറ്റാച്ച്ഡ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ എന്തിലോട്ട് അറ്റാച്ച്ഡായി അത് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്തുനിന്ന് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് വരണം, വേർതിരിച്ചെടുക്കണം. എന്തുമായിട്ടാണ് നമ്മൾ അറ്റാച്ച്ഡ് ആയത്? അതിൽ നിന്ന് മാറിയാൽ, വിട്ടു നിന്നാൽ മാത്രമേ നമ്മുടെ തെളിച്ചം ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ റിയലൈസേഷൻ, ഓ ഇതിങ്ങനെയാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. സംസാരശേഷി എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക പ്രവർത്തനവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അല്ലാതെ വായിച്ചെടുത്ത ഭാഗത്തു നിന്ന് സംസാരിച്ചാൽ നമുക്ക് ദുഃഖവും ദുരന്തവും ഉണ്ടാവും. വായിച്ചെടുത്തു നിന്നല്ല സംസാരിക്കേണ്ടത്, അറിയുന്നിടത്തു നിന്ന് സംസാരിക്കണം. എന്താണ് അറിവ്? അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മമായിട്ടുള്ള മാറ്റമാണ് നമ്മുടെ അറിവ്. ആ അറിവിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആകാശവുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്, ആകാശവുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്, സ്പേസുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്, അത് തെളിഞ്ഞു വരും. അത് തെളിഞ്ഞു വരുമ്പോൾ നമ്മളെ ആർക്കും പിന്നെ തടയാൻ പറ്റത്തില്ല, നമ്മളെ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളായിട്ടിരിക്കാനുള്ള കാരണം പ്രപഞ്ചത്തിൻ്റെ സർവ്വതും കൂടിയിട്ടാണ് ഒരു വ്യക്തിയാകുന്നത്. അവിടെ പ്രതികൂലം എന്ന് പറയുന്ന ഒരു ഭാഗവുമില്ല. പ്രതികൂലം സംഭവിക്കത്തില്ല, എപ്പോഴും അനുകൂലം മാത്രമേ ഉള്ളൂ. കാരണം വ്യക്തിയായിട്ട് ഫോമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. അവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ആ വ്യക്തിയാകുന്നത്. പ്രതികൂലം എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലം. ആ പ്രതികൂലം വെച്ചാൽ എതിർപ്പ്, എതിരായിട്ട് വരുന്നത്, ഓപ്പോസിറ്റ്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും വരത്തില്ല, അനുകൂലം മാത്രമേ വരത്തുള്ളൂ. മനസ്സിലായോ? പ്രതികൂലം വെച്ചാൽ ഓപ്പോസിറ്റ്. അതെ, നമ്മളായിട്ട് നിലനിർത്തുന്ന അവസ്ഥ മാത്രമേ വരത്തുള്ളൂ, അതാണ് അനുകൂലം. പ്രതികൂലം എന്ന് വെച്ചാൽ ഇതിനെതിരെ. അങ്ങനെ ഒരു സംഭവം വരത്തില്ല, എതിർപ്പുകൾ ഉണ്ടാകത്തില്ല. കാരണം ഇത് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയാണ്. ഇത് സൃഷ്ടിക്കാനുള്ള കാരണമാണ് നമ്മളെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്നത് എന്താണ്? ഇതെന്താണോ ഇതായിട്ട് തീരാനുള്ള കാരണം, അതാണ് ഞാൻ. അപ്പം ഞാനെന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെസ്സോ സ്ട്രെയിനോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഞാനല്ല, തെറ്റായിട്ടുള്ള ഞാൻ ആണ് അസ്വസ്ഥമാകുന്നത്. റിയൽ ആയിട്ടുള്ള ഞാൻ അസ്വസ്ഥതയില്ല. കാരണം ഇത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ തന്നെത്താൻ സൃഷ്ടിച്ചല്ല, പ്രപഞ്ചം സൃഷ്ടിച്ചാണ്. അല്ലാണ്ട് ഒന്നും ഉണ്ടാകില്ല. മനസ്സിലായി? മാതാപിതാക്കൾ വിചാരിച്ചാലും ഉണ്ടാകില്ല. പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ ആ താളത്തിലാണ് നിരന്തരം പോകുന്നത്. ഈ താളം തെറ്റിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അനശ്വരത, ആ മോഡ് ഓഫ് ആക്ടിവിറ്റീസിൽ നമുക്ക് നിരന്തരം ഇരിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? എത്ര വയസ്സുണ്ട് മോന്? 11 വയസ്സുണ്ട്. പക്ഷെ ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലേ? എന്തുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നു? കാരണം വിശ്വാസങ്ങളൊന്നുമില്ല. മനസ്സിലായ? കുട്ടിയുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റ് ആയിട്ടുണ്ട്.
യാതൊന്നും പഠിപ്പിച്ചതൊന്നും അല്ല. എന്നുവെച്ചാൽ കുട്ടിയുമായിട്ടുള്ള 11 വയസ്സുകാരന് ഇത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ആ നേരിട്ടുള്ള അറിവിൽ നിന്ന് പറയുമ്പോൾ നീ നിന്റെ നേരിട്ടുള്ള അറിവിലാണ് നീ ഇരിക്കുന്നത്. നിന്നിലെ അറിവിലാണ് നീ ഇരിക്കുന്നത്, നിന്നിലാണ് നീ ഇരിക്കുന്നത്. നീയാണ് നിന്റെ അറിവ്, നീ തന്നെയാണ് നിന്റെ അറിവ്, നിന്നിലെ മാറ്റങ്ങളാണ് നിന്റെ അറിവ്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഒരിക്കലുമില്ല, പ്രതികൂലം ഒരിക്കലുമില്ല. നീ തന്നെയാണ് നിന്റെ അറിവ്. ഇതാരും പഠിപ്പിക്കണ്ട. നിനക്ക് തെളിച്ചമാണ് ഉണ്ടാകണം, സഹകരണമാണ് ഇവിടെ. ആരും പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ചിന്തയില്ല. പഠിപ്പിക്കുമ്പോഴാണ് ചിന്ത വരുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ചിന്ത വരത്തില്ല. എക്സാക്ട്ലി അവിടെ കോൺഫ്ലിക്റ്റ് വരും, ബോറടിക്കും. കാരണം നമ്മളുമായിട്ട് ബന്ധമില്ലാത്തത് നമ്മളുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താൻ പാടുപെടുന്നതാണ് ബോറടി. ഇത് ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സൂപ്പറാണ്. ഈ ഒരു 11 വയസ്സുകാരന് ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്ക് ഇതിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു 11 വയസ്സുള്ളൊരു കുട്ടിക്ക് വളരെ ഭംഗിയായിട്ട് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? കാരണം പഠിച്ച ഭാഗമൊന്നുമില്ല. അവൻ പഠിക്കുന്ന കാര്യത്തിലല്ല മുൻതൂക്കം, ബോധത്തിനാണ് അവൻ സ്ഥാനം കൊടുക്കുന്നത്. അവൻ്റെ ബോധത്തിൽ നിൽക്കാനായിട്ട് ഉള്ള അവസരം അവൻ്റെ മാതാപിതാക്കളായിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. അവനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇല്ല. അതുകൊണ്ട് അവൻ ആ ബോധത്തിൽ നിൽക്കാൻ പറ്റുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 11 വയസ്സുകാരന് സിമ്പിളായിട്ട് മനസ്സിലാകുന്നു. പക്ഷെ കുറേ കാര്യങ്ങൾ അറിഞ്ഞവന് എത്ര ചെയ്തിട്ടും മനസ്സിലാകുന്നില്ല. ഒരു കൊച്ചു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്നു. ഇപ്പം നമ്മൾക്ക് പറ്റിയ പ്രശ്നം എന്താണ്? നമ്മൾ ഈ ഹെക്സഗണും ഒറ്റഗണമൊക്കെ പറ്റി പറഞ്ഞ് അതിൻ്റെ മറ്റേ ഫോർമുല, ഈ ഫോർമുല, ഐൻസ്റ്റീൻ്റെ തിയറി, മറ്റേ തിയറി, ഇത് പഠിപ്പിക്കാൻ നടന്ന് പാടുപെടുക. പഠിച്ചിട്ട് എന്താണ് ഉള്ളത്? പഠിച്ചിട്ട് കഷ്ടപ്പാടല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് അംഗീകരിക്കാൻ അഹങ്കാരം സമ്മതിക്കുന്നില്ല. അതിനകത്തുനിന്ന് വിട്ടുമാറാൻ അഹങ്കാരം സമ്മതിക്കുന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഉത്തരവാദി, മറ്റൊരു ശക്തിയില്ല എന്ന് പറയുമ്പോഴാണ് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നത്. എന്നിൽ തന്നെയാണ് എൻ്റെ സവിശേഷത. അങ്ങനെ ഏറ്റെടുക്കാനുള്ള ആ തൻ്റെ ഇടം ഉണ്ടാണ്. ആ തൻ്റെ ഇടമാണ് നമുക്ക് വിവേകം തരുന്നത്. എന്നിൽ തന്നെയാണ്. ഇത് എന്നിലല്ല, മറ്റുള്ളവരിലാണ്. മറ്റുള്ളവരാരോ എന്തോ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടായത്. ആ വിശ്വാസമാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വൃത്തികേടുന്ന സത്യസന്ധത ഇല്ലായ്മയുടെ കാരണം. അതാണ് എന്നിൽ തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ഉത്തരവാദിത്വം ഡീപ്പായിട്ട് ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ സാധിക്കൂ. സുഹൃത്തെ 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 അപ്പോൾ തുടർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ, ആ തുടർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെയാണ് അതിൻ്റെ വൃത്തി വരുന്നത്. അവിടെയാണ് അതിൻ്റെ വൃത്തി വരുന്നത്. ആ നിരന്തരമായിട്ട് നിലനിൽക്കുന്ന സവിശേഷത, ആ നിരന്തരമായിട്ട് നിലനിർത്തുന്ന സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ ഉണരുമ്പോൾ അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. അത് അവനവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അവിടെ വേറെ ആർക്കും ഇവിടെ വിടാൻ പറ്റത്തില്ല. ആ തെളിച്ചത്തിൽ തുടരണം. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ തെളിച്ചത്തിൽ നിന്ന് സംസാരിക്കാം, അവനവൻ്റെ തെളിച്ചത്തിൽ സംസാരിക്കാം. അതിൽ മറ്റൊരാൾ പറഞ്ഞത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, ആർക്കും ഇല്ല. അവനവൻ്റെ തെളിച്ചത്തിലിരുന്ന് ഓരോരുത്തർക്കും സംസാരിക്കാം അവനവൻ്റെ തെളിച്ചത്തെ പറ്റി. ഇപ്പം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഒരു കാരണവശാലും എങ്ങും സ്റ്റോപ്പില്ല, സ്റ്റാർട്ടില്ല. ഒരു സ്റ്റോപ്പും ഇല്ല, സ്റ്റാർട്ടും ഇല്ല. നമ്മുടെ താല്പര്യം എന്താണ്? നമ്മളെ തെളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ചിന്തയല്ല. ചിന്തയെ തെളിച്ചാൽ എന്ത് കാണാൻ പറ്റും? ചിന്തയെ തെളിച്ചാൽ നമ്മളെ കാണാം. കാരണം എന്തിനാണ് ചിന്ത ഇരിക്കുന്നത്? നമ്മളിലാണ് ചിന്ത ഇരിക്കുന്നത്. അപ്പോൾ ചിന്തയെ തെളിച്ചു കൊണ്ടുപോയാൽ, ചിന്തയെ തെളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ കാണാം, തീർച്ചയായിട്ടും കാണാം.
കാരണം ഏത് പ്രവൃത്തിയും സത്യസന്ധമായിട്ട് ചെയ്താൽ അവിടെ തെളിച്ചം ഉണ്ടാവും. ഉണ്ടാകാതിരിക്കാൻ യാതൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല, ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇവിടുത്തെ സ്വിച്ച് ആരെങ്കിലും ഓഫ് ചെയ്ത് കാണും. അപ്പൊ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനം, നിരന്തരമായിട്ട് പ്രവർത്തിക്കുകയും ആ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കാരണം ഭയങ്കര അപകടമാണ്. നമ്മളിലെ പ്രവർത്തനത്തിന്റെ തുടർച്ചയല്ല, മറ്റൊരു പ്രവർത്തനത്തിന്റെ തുടർച്ചയിൽ നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ബഹിർമുഖമാകും. എന്തു സംഭവിക്കും? നമ്മൾ വിശ്വാസിയാവും. വിശ്വാസിയായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഞെരുക്കം ഉണ്ടാകും, മർദ്ദം കൂടും. വിശ്വാസിയായ മർദ്ദം കൂടും. കാരണം നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ നമ്മളുടെ ശ്രദ്ധയിലില്ല. മർദ്ദം കൂടിയേ പറ്റത്തുള്ളൂ. അവിടെ നിന്നാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മർദ്ദം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ തെറ്റിദ്ധരിക്കുക. നമ്മളെ തന്നെ നമ്മൾ തെറ്റിക്കണം. ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച ഞാനാണ് പിന്നെ ഉള്ളത്, ശരിയായിട്ടുള്ള ഞാനില്ല. അതാണ് അപകടം. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന ഭാഗം തെറ്റി. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ കണ്ട കാര്യങ്ങളുടെ നിഴലാണ് പറയുന്നത്. ഞാൻ പറയുന്ന മുഴുവനും ഞാൻ കണ്ട കാര്യങ്ങളുടെ നിഴലാണ് പറയുന്നത്, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ സ്ട്രെസ് വന്നു. കാരണം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഞാൻ പറയുന്നതിനകത്ത് എനിക്ക് കറക്റ്റായിട്ട് ചുവപ്പായിരുന്നോ അതോ ഓറഞ്ചാണോ, അത് മജന്തയായിരുന്നോ, അവിടെ സംശയമുണ്ട് അല്ലേ? നല്ല കടുംപച്ചയായിരുന്നോ തത്തപ്പച്ചയായിരുന്നോ? അവിടെ എനിക്ക് തന്നെ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് റിയലൈസ് ചെയ്യുന്ന ഭാഗം കുറവാണ്. കാരണം അത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ, നമ്മൾ തന്നെ നമ്മുടെ അറിവാകുമ്പോൾ അവിടെ ഒരു സംശയമില്ല, അവിടെ യാതൊരു ആശങ്കയുമില്ല. അത് പെർഫെക്റ്റാണ്. അതിൽ തുടർച്ചയില്ല. അവിടെ ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും? അവനവനെ റിയലൈസ് ചെയ്യുന്ന ഭാഗത്ത് ആർക്കാണ് ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുക? അങ്ങനെ ഒരു ഭാഗമില്ല. മനസ്സിലായി? നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ വളരെ വ്യക്തമാണ് നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ നയിക്കുന്നത്. സെബുവിനോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് സെബുവിനോട് ചോദിച്ചിട്ട് സെബുയുടെ ഉത്തരവൊന്നും ആർക്കും തരുന്നില്ല. ഓക്കേയുടെ ക്ലാരിറ്റി മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ സെബുവിനോട് ചോദിച്ചിട്ട് ഇവിടെ ചോദ്യോത്തര വേളയൊന്നുമല്ല. ഇടയിലുള്ള സമാധാനം എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ഭാഗമായി മാറാതിരിക്കുക, എതിർക്കുക. ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഞാനത് ലക്ഷ്യം. ഇത് തന്നെ ഞാൻ തുടരും. അതും സിബുവിന്റെ പേര് ഈ സംസാരം വഴിതിരിച്ചു വിടുക. അതുവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്? കിട്ടട്ടെ എന്നല്ലേ ആഗ്രഹിക്കുന്നത്.
പറ്റും, അവിടെ ശ്രദ്ധിക്കാൻ പറ്റൂലേ? ബാക്കിയുള്ള എല്ലാ കാഴ്ചപ്പാടും വിയോജിപ്പുകളും മാറ്റി